ഗവർണർക്ക് കനത്ത തിരിച്ചടി. സ്ഥിരം വിസിയെ സുപ്രീം കോടതി നേരിട്ട് നിയമിക്കും. ഒരു പേര് മാത്രം നിർദ്ദേശിക്കാൻ സുധാൻഷു ധൂലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേർന്ന്. റഷീദ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പി രാജീവും ഒപ്പം തന്നെ ആർ ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗവർണർ ഉറച്ച നിലപാടെടുത്തതാണ് ഒരുപക്ഷെ ആ സമവായ ചർച്ച തന്നെ വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത്. നിലവിൽ ഗവർണർക്ക് തിരിച്ചടിയാണ്. ഗവർണർ നൽകിയ പട്ടികയിൽ നിന്ന് വിസി നിയമനം നടത്താനാകില്ലെന്നാണോ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ KTU VC നിയമനവുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് ഗവർണർ നൽകിയിട്ടുള്ള 2 പേരുകളുടെ ലിസ്റ്റുകളും അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു ഉറച്ച നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണറുമായി ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഒരു നിലപാട് എന്താണെന്ന് കൃത്യമായി സംസ്ഥാന സർക്കാർ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്ഥിരം VCയെ സുപ്രീം കോടതി തന്നെ നിയമിക്കുമെന്നുള്ള കാര്യം ജസ്റ്റിസ് പർദേവാല അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് മറ്റു കാര്യങ്ങളൊന്നും തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൗൺസിലറുടെ ഭാഗത്ത് ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. സുപ്രീം കോടതി നേരിട്ട് തന്നെ ഇത്തരത്തിൽ ഒരാളുടെ പേര് മാത്രം നിർദ്ദേശിക്കണം എന്നുള്ള കാര്യം ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ പേര് സീൽ വെച്ചിട്ടുള്ള, അതായത് മുദ്ര വെച്ചിട്ടുള്ള കവറിൽ സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ചക്കകം ഈ പേര് നൽകണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ചും സിസ തോമസിനെയും അതോടൊപ്പം തന്നെ പ്രിയ ചന്ദ്രനെയും യോഗ്യരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഇവരെ നിയമിക്കണമെന്നുള്ള ഒരു ശുപാർശയായിരുന്നു സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ ഗവർണർ നൽകിയിരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമവായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഗവർണറോടും സംസ്ഥാന സർക്കാരോടും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഗവർണറുമായി സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം ചർച്ച നടത്തുകയും ചെയ്യുന്നു. പക്ഷേ കർശനമായിട്ടുള്ള ഒരു നിലപാട്, ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഗവർണർ അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി സുപ്രീം കോടതിയായിരിക്കും KTU VC സർവകലാശാലയിൽ സ്ഥിരം VCയെ നിയമിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ചക്കകം ഈ ഒറ്റ പേരിലേക്ക് എത്തണമെന്നും അത് മുദ്ര വെച്ചിട്ടുള്ള കവറിൽ സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്.